വിശദമായ വാർത്തയിലേക്കാണ്. ഡൽഹി ചെങ്കോട്ടയ്ക്കടുത്ത വൻ സ്ഫോടനം, 9 പേർ മരിച്ചതായി റിപ്പോർട്ടുകൾ. പരിക്കേറ്റ നിരവധി പേരെ സമീപത്തെ LNGP ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പലരുടെയും നില ഗുരുതരമാണ്. മെട്രോ സ്റ്റേഷന്റെ 1-ാം നമ്പർ ഗേറ്റിന് സമീപം നിർത്തിയിട്ടിരുന്ന കാറാണ് പൊട്ടിത്തെറിച്ചത്. സമീപത്തുണ്ടായിരുന്ന നിരവധി വാഹനങ്ങളിലേക്കും തീ പടർന്നു. NIGC ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡൽഹി പ്രത്യേക സെല്ലും ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തുന്നുണ്ട്. ഡൽഹിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. വിവരങ്ങളുമായി വിജിതയാണ് ചേരുന്നത്. വിജിത, ഡൽഹിയിൽ വലിയൊരു സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത്. മരണസംഖ്യ ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ അവിടെ കാണാൻ കഴിയുന്നത്. നിലവിൽ തീയെല്ലാം നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? പരിക്കേറ്റവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ് വിജിത? തലസ്ഥാനം സ്ഫോടനത്തിൽ നടുങ്ങിയിരിക്കുകയാണ്. അതീവ സുരക്ഷയിലാണ് ഇപ്പോൾ രാജ്യതലസ്ഥാനമുള്ളത്. ഏകദേശം 6:55 കൂടിയാണ് ഇത്തരത്തിലൊരു സ്ഫോടന വിവരം പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് അവിടെ എത്തുമ്പോൾ ഒരു വാഹനത്തിൽ നിന്നും ഈ ഒരു തീ പടർന്നതിന് ശേഷം പല വാഹനങ്ങളിലേക്ക് തീ കത്തിപ്പടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏകദേശം 8-ലധികം വാഹനങ്ങൾ, റിക്ഷകൾ അടക്കമുള്ള വാഹനങ്ങൾ, ഇരുചക്രവാഹനങ്ങളും റിക്ഷകളും കാറുകളും അടക്കം ഒരു വേരടക്കം കത്തി നശിക്കുന്ന വലിയ രീതിക്കുള്ള ഒരു സ്ഫോടനമായി മാറുന്ന ഒരു അവസ്ഥയാണ്. തുടക്കത്തിൽ ഏകദേശം 5ഓളം ആംബുലൻസുകളാണ് അവിടേക്ക് എത്തിച്ചത്. പിന്നീട് 15ഓളം ആംബുലൻസുകൾ പ്രദേശത്തേക്ക് ഫയർ എഞ്ചിനുകളാണ് ഈ പ്രദേശത്തേക്ക് എത്തിച്ചത്. തുടർന്ന് 15ഓളം ഫയർ എഞ്ചിനുകൾ അവിടേക്ക് എത്തുകയും അഗ്നിരക്ഷാ ശമന സേനയടക്കം പ്രദേശത്തെത്തുകയും വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തുകയും ഈ ഒരു തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അവിടെയുള്ള ആളുകളെ LNGP ആശുപത്രിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 40ഓളം ആംബുലൻസുകളാണ് പ്രദേശത്തെത്തി ആളുകളെ അവിടെ നിന്നും മാറ്റുന്ന, രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കുന്ന ഒരു കാര്യമെല്ലാം തന്നെ ഉണ്ടായത്. LNGP ആശുപത്രിയിൽ നിരവധി ആളുകളെയാണ് ഇപ്പോൾ ഈ ഒരു സ്ഫോടന സ്ഥലത്ത് നിന്നും എത്തിച്ചിട്ടുള്ളത്. മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയടക്കം LNGP ആശുപത്രി അധികൃതർ അടക്കമുള്ളവർ പറയുന്നുണ്ട്. എന്തായാലും ശരി വിജിത, എന്തായാലും മറ്റു വിവരങ്ങളുമായി, ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അതുല്യ ചേരുന്നുണ്ട്. അതുല്യ, എങ്ങനെയാണ് വിവരങ്ങൾ? രേണുക, ദില്ലി പോലീസ് കമ്മീഷണർ അല്പസമയം മുൻപാണ് മാധ്യമങ്ങളെ കണ്ടത്. നിലവിൽ അദ്ദേഹം പുറത്തുവിടുന്ന വിവരങ്ങൾ അനുസരിച്ച് കൃത്യമായ മരണസംഖ്യ നിലവിൽ പുറത്തുവിടാൻ കഴിയില്ല. പക്ഷേ മറ്റൊരു നിർണായകമായ വിവരം അദ്ദേഹം പറഞ്ഞത്, മെട്രോ സ്റ്റേഷന് മുന്നിൽ അല്ലെങ്കിൽ ഗേറ്റിന് മുമ്പിൽ പാർക്ക് ചെയ്തിരുന്ന കാറല്ല, മറിച്ച് അവിടെ ഉണ്ടായിരുന്ന ട്രാഫിക് സിഗ്നലിലേക്ക് റെഡ് ലൈറ്റ് കണ്ട് സ്ലോ ചെയ്ത് വന്ന ഒരു കാറാണ് പൊട്ടിത്തെറിച്ചത്. അതിനകത്ത് യാത്രക്കാരുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അതേസമയം ഭീകരാക്രമണം ആണ് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഭീകരാക്രമണത്തിനുള്ള സാധ്യത തള്ളിക്കളയാനും ആകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും നിലവിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാറ് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നതാണ് പ്രാഥമികമായി എല്ലാവർക്കും ലഭിച്ച ഒരു വിവരം. എന്നാൽ ഇപ്പോൾ ആ ഒരു വിവരം തെറ്റായിരുന്നു. മറിച്ച് ഒരു ട്രാഫിക് സിഗ്നലിന് അടുത്ത് എത്തിയപ്പോൾ പതിയെ വേഗം കുറച്ചുകൊണ്ട് ആ ട്രാഫിക് സിഗ്നലിൽ ചുവപ്പ് കത്തിയത് കൊണ്ട് വേഗം കുറച്ച് നിർത്തിയിടാൻ വേണ്ടി പോയ കാറാണ് പൊട്ടിത്തെറിച്ചത്. അതൊരു യാത്രക്കാരുമായി ഓടിക്കൊണ്ടിരിക്കുന്ന കാറായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കാറിൽ ഉണ്ടായിരുന്നവർ ആരാണ്, കാർ എവിടെ നിന്നുള്ളതാണ്, കാറിൻ്റെ രജിസ്ട്രേഷൻ എന്താണ് മുതലായ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. പ്രത്യേകിച്ചും വലിയ രീതിയിലുള്ള സ്ഫോടനമായിരുന്നു എന്നതുകൊണ്ട് തന്നെ ഈ കാറ് പൂർണ്ണമായും നശിച്ച നിലയിലാണ്. ഫോറൻസിക് പരിശോധനയിൽ നിന്ന് മാത്രമായിരിക്കും കാറിനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. നമ്പർ പ്ലേറ്റ്, അതുപോലെ തന്നെ വാഹനത്തിനുള്ളിലുണ്ടായിരുന്ന രേഖകൾ, ആളുകളെ പോലുള്ള അവയൊന്നും തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഈ ഒരു പൊട്ടിത്തെറിയിൽ നാമാവശേഷമായി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ കാറിൽ ഉണ്ടായിരുന്നവരെ കുറിച്ചോ, കാർ എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോവുകയായിരുന്നു, ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ്, ഏത് സ്ഥലത്ത് നിന്നുള്ളതാണ്, ഇതൊന്നും തന്നെ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ആസൂത്രിതമായിട്ടുള്ള ഭീകരാക്രമണമായിരുന്നോ എന്നുള്ള കാര്യം നമുക്ക് ഒരു കാരണവശാലും സ്ഥിരീകരിക്കാൻ കഴിയില്ല. പക്ഷേ അതേസമയം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, നിലവിൽ ഇത് ഒരു ഭീകരാക്രമണമാണ്. നേരത്തെ ആസൂത്രിതമായി ഒരു കാറ് ബോംബ് ഉപയോഗിച്ച് നടത്തിയ ഭീകരാക്രമണമാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ല. പക്ഷേ ആ സാധ്യത തള്ളിക്കളയാനും ആകില്ല. കാരണം ഇതുപോലെ ഇത്ര തന്ത്രപ്രധാനമായ അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ചെങ്കോട്ടയുടെ അടുത്ത് തന്നെ ഇത്തരത്തിലൊരു സ്ഫോടനം നടക്കുകയും ഇത്രയധികം പേർ മരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതിനെ ഗൗരവമായി തന്നെ കാണണം.
ഈ അടുത്ത കഴിഞ്ഞ ദിവസമാണ് ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നും 2 ഡോക്ടർമാരുടെ വാടക വീട്ടിൽ നിന്ന് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത്. അതിന് മുൻപ് തന്നെ ഈ ഡോക്ടർമാരിൽ ഒരാഴ്ച മുൻപാണ് അറസ്റ്റിലായത്. അയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഹരിയാന ദില്ലി അതിർത്തിയിൽ നിന്നാണ് ഈ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത്. അതായത് ഹരിയാനയിലെ ദൗജ് എന്ന് പറയുന്ന അതിർത്തി ഗ്രാമം, ദൗജ് കഴിഞ്ഞാൽ അടുത്തതായി ദില്ലി ആരംഭിക്കും. അതുകൊണ്ട് തന്നെ ദില്ലിക്ക് ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഈ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത് എന്നതുകൂടി കൂട്ടി വായിച്ചുകൊണ്ടാണ് ഈ ഒരു ഭീകരാക്രമണത്തിനുള്ള സാധ്യത തള്ളിക്കളയാത്തത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അനുസരിച്ച് ഫോറൻസിക് സംഘം കാറിൽ പരിശോധന നടത്തുകയാണ്. കാർ എവിടെ നിന്നാണ് എന്നുള്ളൊരു വിവരം ലഭിക്കുകയാണെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള മോട്ടീവ് അടക്കം എന്താണ് എന്നുള്ളതടക്കമുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് കമ്മീഷണർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോൾ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദില്ലി പോലീസ് കമ്മീഷണറെ നേരിട്ട് വിളിച്ച് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ഡൽഹി സ്പെഷ്യൽ സെല്ല്, അതുപോലെ തന്നെ ഫോറൻസിക് ടീം, FSL അടക്കമുള്ള സേനകൾ അവിടെ എത്തിയിട്ടുണ്ട്. 1-ലധികം കേന്ദ്ര സുരക്ഷാ സേനകൾ അവിടെ എത്തി വിദഗ്ധമായിട്ടുള്ള ശാസ്ത്രീയ അന്വേഷണം ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ CRPF, CISF തുടങ്ങിയ പാരാമിലിറ്ററി സേനകളും അവിടെ എത്തി ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിച്ചിട്ടുണ്ട്. ചാന്ദിനി ചൗക്ക് അടക്കമുള്ള മാർക്കറ്റുകൾ, വലിയ ചന്തകൾ അവിടെയാണ്. പ്രത്യേകിച്ചും തിങ്കൾ, ബുധൻ എന്നീ ദിവസങ്ങളിൽ മാത്രം കൂടുന്ന ചന്തകളുള്ള സ്ഥലമാണ് ഈ ചാന്ദിനി ചൗക്കും അതുപോലെ തന്നെ ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള ലാൽ കില എന്ന് പറയുന്ന സ്ഥലവും. ഈ 2 ഇടങ്ങളിൽ നിന്നുമുള്ള മാർക്കറ്റുകൾ പൂർണ്ണമായും ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ആളുകൾക്ക് കടകൾ ഒഴിഞ്ഞു പോകാൻ, പൂർണ്ണമായും കടകൾ ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എപ്പോഴായിരിക്കും കടകളിലേക്ക് തിരിച്ചു വരാൻ കഴിയുക എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു നിർദ്ദേശം നൽകിയിട്ടില്ല. മറിച്ച് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണോ അത് അവസാനിപ്പിച്ച് എത്രയും വേഗം കടകൾ ഒഴിഞ്ഞു പോകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ചാന്ദിനി ചൗക്കും അതുപോലെ തന്നെ അതിനടുത്തുള്ള മറ്റ് ചന്തകളെല്ലാം തന്നെ പൂർണ്ണമായും ഒഴിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലാൽ കില മെട്രോ സ്റ്റേഷന്റെ 1-ാം നമ്പർ ഗേറ്റും 4-ാം നമ്പർ ഗേറ്റും പൂർണ്ണമായും അടച്ച് ഗതാഗതം നിരോധിച്ചു. സ്ഫോടന സ്ഥലവും മെട്രോ സ്റ്റേഷനും സീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൽഹിയിലെ ഈ ചെങ്കോട്ട അല്ലെങ്കിൽ ലാൽ കില എന്ന് പറയുന്ന ആ മെട്രോ സ്റ്റേഷനും കൊണോട്ട് പ്ലേസിനും ഇടയിലുള്ള ഭാഗം പൂർണ്ണമായും ബാരിക്കേഡുകൾ വെച്ച് അടച്ചിരിക്കുകയാണ്. പോലീസിൻ്റെ ടേപ്പ് ഉപയോഗിച്ച് സീൽ ചെയ്യുന്നതിന് പുറമെയാണ് ചെങ്കോട്ട മുതൽ CP എന്ന് പറയുന്ന കൊണോട്ട് പ്ലേസ് വരെയുള്ള ഗതാഗതം പൂർണ്ണമായും ബാരിക്കേഡ് വെച്ച് നിയന്ത്രിച്ചിരിക്കുന്നത്. ഗതാഗതം മാത്രമല്ല, കാൽനട യാത്രയടക്കമുള്ള പൊതുജനങ്ങളുടെ സാന്നിധ്യം തന്നെ പൂർണ്ണമായും അവിടെ നിരോധിച്ചിരിക്കുകയാണ്. എന്തായാലും മരണസംഖ്യയെക്കുറിച്ച് കമ്മീഷണർ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞില്ല. അദ്ദേഹം നിലവിൽ ഈ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയതിനെ കുറിച്ച് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഡൽഹിയുടെ അയൽ സംസ്ഥാനങ്ങളിലും കൂടി, അതായത് പഞ്ചാബ് അടക്കമുള്ള അയൽ സംസ്ഥാനങ്ങളിലും ഈ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇതൊരു ആസൂത്രിതമായിട്ടുള്ള ആക്രമണമാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തീവ്രത ഇതിൽ നിൽക്കുകയില്ല. അതുകൊണ്ട് തന്നെ അയൽ സംസ്ഥാനങ്ങളിലും കൂടി ഒരു അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഏറ്റവും അപ്രതീക്ഷിതമായ രീതിയിലുള്ളൊരു ആക്രമണമായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഈ പറയുന്ന ചെങ്കോട്ടയ്ക്ക് ഇന്ന് അവധിയായതിനാലാണ് ഇത്രയധികം വലിയൊരു ദുരന്തം ഒഴിവായി പോയത്. അല്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഈ 6:55 ഫസ്റ്റ് റെസ്പോൺസ് കോൾ അഥവാ ആദ്യ പ്രതികരണത്തിനായുള്ള ഒരു രക്ഷയ്ക്ക് വേണ്ടിയുള്ള ആദ്യ കോള് ഫയർ സ്റ്റേഷനിൽ അവർ റിസീവ് ചെയ്യുന്നത് 6:55 സ്ഫോടനം നടന്ന് ഏറ്റവും കുറഞ്ഞത് 5 മിനിറ്റിലധികം ഈ ഒരു ഫോൺ കോൾ പോയിട്ടുണ്ടെങ്കിൽ പോലും ഒരു 6:30 മുതൽ 6:50 വരെയുള്ള സമയം ഏറ്റവും കൂടുതൽ ആളുകൾ തിരക്കേറിയ സ്ഥലമാണ്. പ്രത്യേകിച്ചും ഡൽഹി പോലുള്ളൊരു മെട്രോപൊളിറ്റൻ നഗരത്തിലെ ഏറ്റവും പീക്ക് ടൈം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സമയമാണ് 6:30 മുതൽ 7:00 വരെയുള്ള സമയം. സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾ, ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന കുട്ടികൾ, ജോലി കഴിഞ്ഞ് പോകുന്ന ആളുകൾ, ഇത്തരത്തിൽ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ദിവസ ജോലിക്കാരും അടക്കമുള്ളവർ വലിയ രീതിയിൽ മെട്രോയിൽ ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ ടൂറിസ്റ്റ് പ്ലേസുകൾ ഒരുപാടുള്ള സ്ഥലമാണ്. ഈ സ്ഥലങ്ങളെല്ലാം തന്നെ ക്ലോസ് ചെയ്യുന്നത് 6 മണിയോടുകൂടി ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം അടച്ചതിന് ശേഷം 6 മണിയോടുകൂടി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചതിന് ശേഷം അവിടെ നിന്ന് കൂട്ടമായി മടങ്ങുന്ന ആളുകൾ, ഇവരെല്ലാവരും തന്നെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ 6:30 എന്ന് പറയുന്നത്. ആ സമയത്ത് തന്നെ ഈ ഒരു സ്ഫോടനം നടന്നതുകൂടിയാണ് ഇതിൻ്റെ ഒരു തീവ്രത ഇപ്പോൾ വർദ്ധിപ്പിക്കുന്നത്.
അറിയിക്കുന്നത്. എന്തായാലും ചെങ്കോട്ടയ്ക്ക് അവധിയായിരുന്നു എന്നതിനാൽ തന്നെ അത് ഈ ഒരു കുത്തൊഴുക്ക് കുറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഡൽഹി കമ്മീഷണറുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഈ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് നേരത്തെ തന്നെ അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു കാറിൽ നിന്നല്ല, മറിച്ച് വ്യക്തമാണ്. എന്തായാലും വലിയൊരു രീതിയിലുള്ള ഒരു സ്ഫോടനം തന്നെയാണ്, ഒരു ഉഗ്ര സ്ഫോടനമാണ് ഇപ്പോൾ ദില്ലിയിൽ സംഭവിച്ചിരിക്കുന്നത്. അതീവ സുരക്ഷാ മേഖലയാണ്, ഡൽഹിയുടെ അതീവ സുരക്ഷാ മേഖലയിലാണ് ഈ വൻ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. മരണസംഖ്യകളും അതോടൊപ്പം തന്നെ പരിക്കേറ്റവരുടെയും എണ്ണം ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. സമീപത്തുള്ള ആശുപത്രിയിലേക്ക് പരിക്കേറ്റവരെ എത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡൽഹിയിലെ കമ്മീഷണറുമായി, പോലീസ് കമ്മീഷണറുമായി ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും കൃത്യമായ രീതിയിലുള്ള കനത്ത സുരക്ഷ അവിടെ ഏർപ്പെടുത്തുന്നുണ്ട്. അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുകയും മറ്റു നടപടിക്രമങ്ങളെല്ലാം തന്നെ ഡൽഹിയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടുവരികയാണ്. അതോടൊപ്പം തന്നെ ഫോറൻസിക് വിദഗ്ധരും ഡൽഹി പ്രത്യേക സെല്ലും